ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് തന്ന ഗിഫ്റ്റൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് നേരെ പോകുന്നത് എനിക്ക് തന്നെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വർഷത്തെ ബർത്ത്ഡേക്ക് എനിക്ക് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഡയമണ്ടിൻ്റെ ബ്രേസ്ലെറ്റ് ആണേ. ഡെയിലി ഗോൾഡിൻ്റെ റേറ്റ് കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇങ്ങനെ അധികം സ്ട്രെസ് ഇല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഗോൾഡ് പോയി വാങ്ങാൻ എനിക്ക് കഴിയുന്നു എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഇൻസ്പയർ ആയിട്ട് അതുപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇപ്പോൾ എല്ലാ ജ്വല്ലറിയിലും ഗോൾഡ് സ്കീം അവൈലബിൾ ആണ്. സോ നിങ്ങളൊരു വർക്കിംഗ് ലേഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി ഫുള്ള് നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി യൂസ് ചെയ്യാതെ അതിൽ ഒരു ചെറിയൊരു പങ്ക് നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുക. ഞാൻ കഴിഞ്ഞ 1-2 വർഷമായിട്ട് ഈ ഒരു രീതിയിൽ ഗോൾഡ് എടുക്കാറുണ്ട്. സോ ഇത് നല്ല യൂസ്ഫുൾ ആണെന്ന് തോന്നിയത് കൊണ്ട് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാറുമുണ്ട്. എൻ്റെ ബർത്ത്ഡേക്കും എനിക്കൊരു ഗോൾഡ് എടുക്കാൻ കഴിയും, എൻ്റെ മോളുടെ ബർത്ത്ഡേക്കും എനിക്കൊരു ഗോൾഡ് എടുക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഇപ്രാവശ്യം എടുത്ത ഒരു ചെറിയ സ്മോൾ ക്യൂട്ട് ഡയമണ്ട് ബ്രേസ്ലെറ്റ്. ഇഷ്ടപ്പെട്ടോ? എനിക്കെന്തായാലും ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആൻഡ് ഐ ആം സോ ഹാപ്പി ആൻഡ് പ്രൗഡ്. പിന്നെ ഈ ഒരു ഗോൾഡ് സ്കീമൊക്കെ വരുന്നതിന് മുന്നേ തന്നെ കൊച്ചുനാൾ മുതൽ ഞാൻ ഇങ്ങനെ വഞ്ചിപ്പെട്ടിക്കകത്തൊക്കെ പൈസ ഇട്ട് ശേഖരിച്ച് വെച്ച് അത് നിറയുമ്പോൾ പോയി ചെറിയ ഗോൾഡൊക്കെ വാങ്ങാറുണ്ട്. അങ്ങനെ പണ്ട് മുതലേ എനിക്ക് സേവിങ്സിൻ്റെ ഒരു ചെറിയ ഹോബി ഉള്ളതാണേ. അങ്ങനെ നമ്മൾ ഗോൾഡ് പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് വന്നു. സമയം നല്ല ലേറ്റായി. രാത്രി 12 മണിയായപ്പോൾ തന്നെ നമ്മൾ വാങ്ങിക്കൊണ്ട് വന്ന ആ കുഞ്ഞ് ക്യൂട്ട് കേക്കൊക്കെ അങ്ങ് കട്ട് ചെയ്ത് നമ്മൾ 3 പേരും കഴിച്ചു. അതിനുശേഷമാണ് നമ്മൾ ഫുഡും കഴിക്കുന്നത്. അങ്ങനെ ഈ വർഷത്തെ എൻ്റെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിച്ചു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.